നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ കാരണം രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരമായി. അങ്ങനെ ഞങ്ങൾ വൈകിട്ടെത്തി. അപ്പം പൊട്ടിക്കാൻ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് നന്നായിട്ട് തൊഴുവാനൊക്കെ പറ്റി കേട്ടോ. പിന്നെ ഭഗവാന്റെ ഉണ്ണിയപ്പമൊക്കെ കിട്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ വന്നപ്പോൾ തൊട്ട് ടുട്ടു വിശക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിച്ചപ്പോൾ തൊട്ട് കുഞ്ഞാൾ ബഹളം തുടങ്ങിയായിരുന്നു ഉണ്ണിയപ്പം വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ കൊടുത്തു. കുറച്ച് നേരം നമ്മൾ അമ്പലത്തിന് പുറത്തൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ദേവസ്വം പൂജാ സ്റ്റാളിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളവിടെ അമ്പലത്തിലിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോഴും ടുട്ടു വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഹോട്ടൽ റഹാത്ത് അങ്ങോട്ടേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കരുതി. അപ്പോൾ അമ്പലത്തിനടുത്ത് കുറച്ച് ദൂരെയാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് ടുട്ടൂരും നെയ് റോസ്റ്റും ചേട്ടനൊരു മസാല ദോശ ഓർഡർ ചെയ്തു. എനിക്കും അമ്മയ്ക്കും അച്ഛനും വിശപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഭയങ്കര ടേസ്റ്റി ഫുഡെന്നൊന്നും പറയാനില്ല കേട്ടോ. ഫുഡും രസമില്ലായിരുന്നു, ചായ അത്ര രസമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങളവിടെ ഇരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പോയത് മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അതായത് കൊട്ടാരക്കര കഴിഞ്ഞ് മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാമൻ്റെ വീട്. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങൾ അങ്ങ് ഏനാത്ത് എത്തിയപ്പോഴേക്കും ബേക്കറിയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബേക്കറിയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ടുട്ടു ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ മാമൻ്റെ വീട്ടിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.